നമസ്കാരം. റോഡരികിൽ ജനനേന്ദ്രിയത്തിനും കണ്ണിനും പരിക്കേറ്റ നിലയിൽ റോഡരികിൽ യുവാവിനെ കണ്ടെത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അഗതി മന്ദിരം നടത്തിപ്പുകാരായ 3 പേരാണ് അരൂർ സ്വദേശി സുദർശനെ ക്രൂരമായി മർദ്ദിച്ചത്. അഗതി മന്ദിരത്തിൽ വെച്ച് കൊലക്കേസ് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയം മുറിക്കുകയും ചെയ്ത വിധത്തിൽ അതിക്രമമാണ് നടന്നത്. പാസർ ഉൾപ്പെടെ 3 പേരെയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വരാപ്പുഴ കൂനമാവ് അഗതി മന്ദിരത്തിൽ വെച്ചാണ് കൊലക്കേസ് പ്രതിയായ സുദർശന് ക്രൂരമായ മർദ്ദനം ഏറ്റത്. സംഭവത്തിൽ അഗതി മന്ദിരം നടത്തിപ്പുകാരൻ പാസ്റ്റർ ഫ്രാൻസിസ്, ആരോമൽ, നിതിൻ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ കൂനമാവ് ഇവാഞ്ചലോ കേന്ദ്രത്തിന്റെ ഉടമസ്ഥരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തിയതിനാണ് സുദർശനെ പിടികൂടുന്നത്. തുടർന്ന് കൊച്ചി സെൻട്രൽ പോലീസ് സുദർശനെ അഗതി മന്ദിരത്തിലെത്തിക്കുകയായിരുന്നു. അഗതി മന്ദിരത്തിൽ വെച്ച് സുദർശൻ ആക്രമം കാട്ടി. തുടർന്ന് ഇവിടെ വെച്ച് സുദർശനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനത്തെ തുടർന്ന് അവശനായതോടെ സുദർശനെ അഗതി മന്ദിരത്തിന്റെ വാഹനത്തിൽ കൊടുങ്ങല്ലൂരിൽ കൊണ്ടുവന്ന് വഴിയരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സുദർശൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര അവസ്ഥയിൽ തുടരുകയാണ്. 11 കേസുകളിലെ പ്രതിയാണ് സുദർശൻ. പ്രതിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച നിലയിലാണ്. അക്രമികൾ കത്തികൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനീർ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് സുദർശൻ. ജനനേന്ദ്രിയം മുറിച്ച നിലയിലും ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ച നിലയിലുമാണ് സുദർശനെ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഇയാൾ. കൊലപാതക ശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നഗ്നനായി അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്ന സുദർശനെ പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പരുക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ക്രൂരമായ ആക്രമണ വിവരം പുറത്തറിയുന്നത്. ആക്രമികൾ കത്തികൊണ്ട് ശരീരത്തിൽ വെട്ടിയിട്ടുണ്ട്. കാഴ്ചയും നഷ്ടമായി. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഗുരുതര നിലയിൽ തുടരുകയാണ്. കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം കൊച്ചിയിൽ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CCTV അടക്കം പരിശോധിച്ചപ്പോഴാണ് പ്രതികളെ പിടികൂടിയത്.